ഇപ്പോൾ മലയോര മേഖലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഇരിട്ടിയിൽ നിന്ന് ഷിൻഡോ തോമസ് കൂടി ചേരുന്നുണ്ട്. ഷിൻഡോ, കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിലും തലശ്ശേരിയിലും പയ്യന്നൂരിലും ഒക്കെ തന്നെ വോട്ടർമാരുടെ ഒരു വലിയ നിര രാവിലെ മുതൽ തന്നെ പ്രകടമാണ്. കനത്ത പോളിംഗ് തന്നെ ഈ ആദ്യ 2 മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. മലയോര മേഖലയിലെ വിവരങ്ങൾ, ഇരിട്ടി മേഖലയിലെ വിവരങ്ങൾ. അർജുൻ, തീർച്ചയായും മലയോര മേഖലയിലും സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. എല്ലാ ബൂത്തുകളും തന്നെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് അനുഭവപ്പെട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥയുടെ ഈ ചൂടിന്റെ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കും രാവിലെ തന്നെ വോട്ട് ചെയ്ത് വീടുകളിലേക്ക് മടങ്ങാൻ തന്നെയായിരിക്കാം മലയോര മേഖല എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, 2 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് ആളുകൾക്ക് മടങ്ങിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉളിക്കൽ പഞ്ചായത്തിലെ പുറവയൽ ഗവൺമെന്റ് LP സ്കൂളിലെ 183 നമ്പറിലെ വോട്ടിംഗ് മെഷീനാണ് രാവിലെ തകരാർ അനുഭവപ്പെട്ടത്. അതോടൊപ്പം തന്നെ ആർല ഫാം സ്കൂളിലെ 98 നമ്പർ ബൂത്തിലെയും വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എത്രയും വേഗം തന്നെ ഇതിന്റെ പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടങ്ങും എന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം. ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു വോട്ടെടുപ്പ് പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പ്രശ്നബാധിത ബൂത്തുകളിലും അതോടൊപ്പം തന്നെ അതീവ പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെയും പോലീസിന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയുടെയും കനത്ത സുരക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ മുഴക്കുന്ന് പഞ്ചായത്തിലെ മുഴക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളില് മാവോയിസ്റ്റ് പ്രത്യേക ആഹ്വാനവുമായി ഇന്നലെ പോസ്റ്ററുകൾ പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇവിടെ പ്രത്യേകിച്ച് കനത്ത സുരക്ഷ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മാവോവാദി പോസ്റ്ററുകൾ വന്ന സാഹചര്യത്തിലാണ് ഇത്രയും കനത്ത സുരക്ഷയുടെ സാഹചര്യത്തിലും ഈ പോളിംഗ് ബൂത്തിന് സമീപം വരെ ഈ മാവോയിസ്റ്റുകൾ പോസ്റ്റർ ഒട്ടിച്ചതുകൊണ്ട് പോലീസ് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അതിനാൽ കനത്ത സുരക്ഷ ഈ ബൂത്തുകളിലെല്ലാം തന്നെ ഏർപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ആർല ഫാമിലും സമീപ പ്രദേശങ്ങളിലും മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന എല്ലാ ബൂത്തുകളിലും കനത്ത സുരക്ഷ പോലീസിന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്രസേന ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. അർജുൻ.